ഓപ്പൺ കമന്റ്സിനും തുടരുമോ? ഫേസ്ബുക്കോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ ഞാൻ പണ്ടേ യൂസ് ചെയ്യുന്നതാണ്. അതിന് അതിൻ്റെതായ ഒരു ഭാഷയും അതിൻ്റെതായ ഒരു രീതിയൊക്കെ ഉണ്ട്. അവിടെ വന്നിട്ട് ഈ അമ്മാവൻ സിൻഡ്രോം ഇറക്കിയിട്ട് കാര്യമില്ലല്ലോ. അവിടെ സർക്കാർ രീതിയിലൊന്നും അല്ല സംസാരിക്കുക. അവിടെ സോഷ്യൽ മീഡിയയുടെ ഒരു ഭാഷയുണ്ടാവും. അത് കണ്ട് തൊട്ടാവാടിയാവുന്ന ആൾക്കാരൊന്നും അല്ല ഭൂരിപക്ഷം. ബോധമുള്ള ആൾക്കാരൊന്നും അങ്ങനെയൊന്നും അല്ല. ഒരു പോസിറ്റീവ് മൂഡിലാണോ ഹിയറിംഗിന് ശേഷം പ്രശാന്ത് പുറത്തേക്ക് ഇറങ്ങുന്നത്? കാരണം രാവിലെ താങ്കൾ പോയത് ഇറങ്ങുമ്പോൾ ഒരു ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ വ്യക്തികളെ കാണരുത്. ഇപ്പം ചീഫ് സെക്രട്ടറി എന്നെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഓർഡർ ഇറക്കി. അതിന്റെ അർത്ഥം ചീഫ് സെക്രട്ടറിക്ക് എന്നോട് എന്തോ വലിയ വൈരാഗ്യം ഉണ്ടെന്നൊന്നും അല്ല. അത് അങ്ങനെയാണ്. അതിനെ നമ്മൾ പേഴ്സണലി കാണേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ ഈ കമന്റ്സും ഓരോന്നും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഓരോന്ന് വ്യക്തികളെ കാണണ്ട. അങ്ങനെയൊന്നുമില്ല. ഇല്ല, അത് അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാലത്ത് പാർലമെന്റോ അസംബ്ലിയോ ഒന്നും പുറത്ത് ആർക്കും കാണാൻ പറ്റില്ലായിരുന്നു. കോടതികളുടെ നടപടിക്രമങ്ങളും ആർക്കും കാണാൻ പറ്റില്ലായിരുന്നു. ഇതൊക്കെ കാലക്രമേണ മാറും. ഓരോ സമയത്ത് ഓരോരുത്തർ ആവശ്യപ്പെടും. ചിലപ്പോൾ നടക്കും, ചിലവളത് ശരിയാവും, ചിലവളത് ശരിയാവില്ല. അതിന്റെ സമയമാകുമ്പോൾ ഓരോന്ന് ശരിയാവും. പക്ഷെ ആദ്യം ആരെങ്കിലും പറഞ്ഞു വെക്കണ്ടേ? മുമ്പേ കൊടുത്തിട്ടില്ല. അതൊക്കെ ഒന്ന് കുറച്ചുകൂടെ വ്യക്തത വരുത്താനുള്ളൊരു അവസരമായിട്ട് ഡോക്യുമെന്റ് ആയിട്ട് എന്തെങ്കിലും കൈമാറിയിട്ടുണ്ടോ? ഇല്ല, ഓൾറെഡി കൊടുത്തിട്ടുള്ളത് പലതും ക്ലാരിഫൈ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. തുടർന്ന് എന്തെങ്കിലും ഡോക്യുമെന്റ്സ് വേണമെങ്കിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ പോലെ ഒരു ഫെയർ ആയിട്ടുള്ള സൊല്യൂഷൻ മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഇതിൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഈഗോയോ അങ്ങനെ ഒന്നുമില്ല. ഇപ്പൊ എനിക്ക് അത്യാവശ്യമായിട്ട് ഇപ്പോൾ സസ്പെൻഷൻ ക്യാൻസൽ ചെയ്ത് ഉടനെ ഇപ്പൊ എനിക്ക് തിരിച്ചു കയറി അവിടെ പ്രത്യേകിച്ച് മറിക്കാവുന്നില്ല. ഞാൻ ഈ സിസ്റ്റത്തിന്റെ അകത്തും പുറത്തും ഈക്വലി കംഫർട്ടബിൾ ആണ്. ഞാൻ ജനിച്ചു വീണത് IAS കാരനായിട്ടൊന്നുമല്ലല്ലോ.